trying to serve the He took off his mask and sucked the beast back into his stomach. There was also this little girl who looked എല്ലാവരും ഒന്ന് മൈക്കൊന്ന് ഇത് ചെയ്യോ? മൈക്കിന്റെ ഓപ്ഷനാണ് നോക്കണം. ഓക്കെ, ചാറ്റ് അതിനകത്ത് കമ്പ്യൂട്ടറിൽ ഒരു ഓക്കെ, എന്തായാലും ഡിസ്റ്റർബൻസ് ഇല്ല, നമുക്ക് തുടങ്ങാം. എൻ്റെ സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം ഗൂഗിൾ ക്ലാസ് റൂം ആണ് എടുക്കുന്നത്. ഗൂഗിൾ ക്ലാസ് റൂം എൻ്റെ കൂടെ ചെയ്യാവുന്നവർക്ക് ചെയ്യാം കേട്ടോ. ഒരു ലാപ്ടോപ്പും ഫോണും ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് എളുപ്പമുണ്ട്. വളരെ എളുപ്പമുള്ള ഒരു ടാസ്ക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു ടീച്ചിങ് മാനുവൽ നമ്മൾ ഇന്ന് തയ്യാറാക്കും. ഒരു ഓൾറെഡി തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു ടീച്ചിങ് മാനുവൽ വെച്ചിട്ട് നമ്മൾ ChatGPT കൊടുക്കും. എന്നിട്ട് അതിൻ്റെ ഒരു മറ്റൊരു വേർഷൻ തയ്യാറാക്കി തരാൻ പറയും. ഏത് ചെയ്ത പോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളൊരു ഇമേജ് കൊടുത്തിട്ട് അതിന് മറ്റൊരു യൂണിറ്റ് ഉണ്ടാക്കി തരാം, മറ്റൊരു നോട്ട് തയ്യാറാക്കി തരാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി തരാൻ പറഞ്ഞതുപോലെ ഒരു വേറൊരു വേർഷൻ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തരാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോംപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ക്രിയേറ്റ് എ യുണീക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ബേസ്ഡ് ഓൺ ദ അറ്റാച്ച്ഡ് PDF. Use a clear teacher-like tone, simple structure, and include engaging activities. Make it printable and visually clean ആയിരിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യമേ പറയുകയാണ് യുണീക്ക് ആയിരിക്കണം. ആദ്യം ഞാനൊരു PDF അപ്ലോഡ് ചെയ്യുമല്ലോ, അതുമായിട്ട് ഒരു കണക്ഷൻ കാണരുത്, അതാണെന്ന് പറയരുത്. പിന്നെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു സെക്കൻഡ്, അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആരാണ് പോകും. ഹലോ ഹലോ പറയൂ. പറയൂ. ഞാൻ പറയൂ. ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, പിന്നീട് വിളിച്ചാൽ മതിയോ? ഞാൻ പിന്നീട് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞു. ഓ, കുഴപ്പമില്ല. ഓക്കെ, സോറി. ഞാൻ ഓർത്ത് ആരെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ആയിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു വന്ന അതാണ്, ഒരു സിമ്പിളായിട്ട് പ്രോംപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് ഞാനൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ പോവുകയാണ്. പുതിയൊരു ChatGPT എടുത്തു, അതിനകത്ത് പുതിയൊരു ചാറ്റ് എടുത്തു. ഇപ്പോൾ എല്ലാവരും പഠിച്ചു കാണും ChatGPT എടുക്കുക. മൊബൈലിലോ കമ്പ്യൂട്ടറിലോ എടുക്കുക. ഫ്രഷ് ആയിട്ട് ഒരു പേജ് വന്നു, നമ്മൾ പുതുതായിട്ട് തുടങ്ങുകയാണ്. ആദ്യം ഈ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് കിടക്കുന്ന പ്രോംപ്റ്റിനെ കോപ്പി എടുക്കുക. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ മെമ്മറിയിൽ വന്നു. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് മുമ്പ് വായിച്ചതാണ്. 2 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? 2-3 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനി അതിനകത്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു PDF കൊടുക്കുകയാണ്. ഇത് യുണീക്കായിട്ടുള്ള, ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. ഇത് ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മൈക്ക് ഓഫ് ചെയ്യാവോ? സംശയം ഉണ്ടെങ്കിൽ മാത്രം ഓപ്പൺ ചെയ്യുക. ഞാൻ 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 3 ആണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 3യുടെ TM ആണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്പോൾ ഞാൻ PDF അപ്ലോഡ് ചെയ്തു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എവിടെ നിന്നാണ് ഫയൽ എവിടെ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്ത് അതിപ്പോൾ ഇവിടെ വന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രീൻ കാണാമല്ലോ. സ്ക്രീനിൽ നമ്മുടെ പ്രോംപ്റ്റും ഉണ്ട്, PDF ഉണ്ട്. ഇനി ഇതിനെ ടീച്ചിങ് മാനുവലാക്കി തരാനായിട്ട് ആവശ്യപ്പെടാൻ വേണ്ടി സെൻഡ് പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്കൊരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി. ഇനി നമുക്ക് ആ ഒറിജിനൽ ഏതെന്നാണോ തയ്യാറാക്കിയതെന്ന് കാണണ്ടേ? കാണാതെ നമ്മളെങ്ങനെ ടീച്ചിങ് മാനുവൽ, ഒറിജിനൽ ടീച്ചിങ് മാനുവൽ ഒന്ന് കാണാം. ഡെസ്ക്ടോപ്പിൽ കിടപ്പുണ്ട്.
ഈ ഒറിജിനൽ ടീച്ചിങ് മാനുവൽ ഞാൻ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിനകത്തോടും കൂടെ ഷെയർ ചെയ്യും, കാരണം നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാനാണേ. സ്റ്റാൻഡേർഡ് 3 ഇത് നമ്മുടെ ഗ്രൂപ്പിലോട്ട് ഞാൻ ഇപ്പം ഷെയർ ചെയ്യണേ. എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാനാണ് ഷെയർ ചെയ്യണം. അയ്യോ വരൂല്ല. എൻ്റെ പൊന്നേ. വാട്സപ്പ് പ്രശ്നമുണ്ടല്ലോ. ഓപ്പൺ ആവാത്ത വാട്സപ്പ്. സോറി, അത് വരട്ടെ. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇതാണ് എനിക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്ന ഏത് ടീച്ചിങ് മാനുവൽ, ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ. അതിന്റെ യൂണിറ്റ് ഇതുണ്ട്, സ്റ്റാൻഡേർഡ് 3 ഇൻ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റാണ് എനിക്ക് തയ്യാറാക്കി തന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള? ഫസ്റ്റ് തീം ഓഫ് ദ യൂണിറ്റ് തന്നു ഒന്ന്. പിന്നെ അതിൻ്റെ ലേണിംഗ് എല്ലോ തന്നിട്ടുണ്ട്, ലേണിംഗ് ഔട്ട്കം എന്തൊക്കെയാണ് അതിനകത്തുള്ളത് അത് ഒരു 1 by 1 ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പോകാം. ഒറിജിനൽ അറിയാതെ നമ്മൾ എങ്ങനെയാണ് റിസൾട്ടിലേക്ക് പോവുക? ഒറിജിനൽ ഓപ്പൺ ആയി വരും. ഇതാണ് ഒറിജിനൽ ടീച്ചിങ് മാനുവൽ. ഇതെന്നാണ് ChatGPT എന്ത് ചെയ്തേ, പുതുതായിട്ട് ഒരെണ്ണം തയ്യാറാക്കി തന്നു. ഇതിനകത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നു? ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ അതിനകത്ത് യെല്ലോ ഉണ്ടായിരുന്നു. ഈ യെല്ലോ എന്നാണ് അവർ പുതിയ ഒരെണ്ണം തയ്യാറാക്കി എടുത്തത്. വാമപ്പ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ആക്ടിവിറ്റി 3, ആക്ടിവിറ്റി 4, ആക്ടിവിറ്റി 5. ഇതുമായിട്ട് ഒരു കുലബന്ധവും കാണില്ല നമ്മുടെ പുതിയത്. തുടക്കം നോക്കി ഒന്ന് ശ്രദ്ധിച്ചേ. ലിസൺ ടു സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അറ്റ് അക്കോർഡിംഗ്ലി ഡിസ്ക്രൈബ് എ പിക്ചർ ഇൻ സിമ്പിൾ സെന്റൻസ് എന്നാണ് ആദ്യത്തെ പറഞ്ഞത്. ഇനി നമുക്ക് തയ്യാറാക്കി തന്നതിലോ, ഇതാണ് ഒറിജിനൽ തയ്യാറാക്കി തന്ന ChatGPT എടുക്കുമ്പോൾ ലിസൺ ആൻഡ് റെസ്പോണ്ട് ടു സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് എന്നാ പറയുന്നത്. റീഡ് ഷോർട്ട് സ്റ്റോറീസ് കോൺഫിഡൻ്റ്ലി. കുറച്ചും കൂടെ ക്ലിയറാ. നമ്മുടെ നമ്മൾ എടുത്ത റെഫറൻസിൽ അത്ര പോരായിരുന്നു, അതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. മെറ്റീരിയൽ നീഡഡ്, ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, അനിമൽ പിക്ചേഴ്സ്, ക്രയോൺസ്, ബ്ലാക്ക് ബോർഡ്, ചാർട്ട് പേപ്പർ. ഇങ്ങനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഏത് വിഷയത്തിൻ്റെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷാണ് നമ്മൾ എടുത്തത്, അതുപോലെ ഏത് വിഷയത്തിൻ്റെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ മെയിലിലൂടെ ഒന്ന് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലിടാനേ അറ്റാച്ച് കൊടുത്ത്. യെസ്, കേക്കാം. എന്നോട് എന്തെങ്കിലും ചോദിച്ചാണോ? സ്റ്റാർട്ടിങ് ഒന്ന് ക്ലിയർ ആയിട്ടില്ല, ഒന്ന് പറയാൻ പറ്റുമോ? സ്റ്റാർട്ടിങ് തീർച്ചയായും ഒരിക്കൽ കൂടെ പറയാം. ഇപ്പോഴേ ഇത് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യട്ടോടെ നമ്മുടെ ഗ്രൂപ്പിലോട്ട്. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ അത്രയും. മലയാളം ഇതുപോലെ ചെയ്യാൻ പറ്റൂലേ? തീർച്ചയായും ഇത് കഴിഞ്ഞിട്ട് മലയാളം കൂടെ ചെയ്യും. ഞാൻ മലയാളം ഇംഗ്ലീഷ് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഡിജിമാനുവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഇതുപോലെ ഇനി ഡേ 8 ഹാൻഡ് ബുക്കും നമ്മുടെ ക്ലാസ് ടെക്സ്റ്റും ഒക്കെ വെച്ചിട്ട് ഒരു മോഡൽ ടീച്ചിങ് മാനുവലും കൂടെ വെച്ചിട്ട് നമ്മൾ ഒരു ബെറ്റർ ആയിട്ടുള്ള, ഇപ്പം ഈ ഒരു സാമ്പിൾ പോലത്തെ ഒരു ടീച്ചിങ് മാനുവലാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ടീച്ചിങ് മാനുവൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു മോഡൽ നോക്കി അതുപോലെ മറ്റൊന്ന് തയ്യാറാക്കുകയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡേ 8 ആകുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുമല്ലോ. കുറച്ച് പ്രോംപ്റ്റിങ്ങും കുറച്ച് അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടീച്ചിങ് മാനുവൽ ചെയ്യാം. ഇപ്പോൾ ഒരു സാമ്പിൾ കണ്ട് നമ്മൾ തൃപ്തിയാകുന്നു, ഇതിനെ സേവ് ചെയ്യാൻ പഠിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇംഗ്ലീഷും മലയാളവും ചെയ്യും. ഒരു ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവലും തയ്യാറാക്കും, മലയാളം ടീച്ചിങ് മാനുവലും തയ്യാറാക്കും. അതിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്യാനൊക്കെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഞാനൊരു ഇംഗ്ലീഷ് ആഡ് ചെയ്തു, ഇനി ഒരു മലയാളം കൂടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ നമ്മളെ ക്ലാസ്സിലിടാം.
മലയാളം കൂടെ വരട്ടെ. എൻ്റെ വാട്സപ്പ് എന്നെ പറ്റിച്ച്. ഓക്കെ, രണ്ടും സെൻഡ്. ഓക്കെ, അപ്പം നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം. ഞാൻ എന്താണ് ചെയ്തത്? ക്രിയേറ്റ് എ യൂണിക്. നമ്മുടെ ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുകയാണ്. ഗൂഗിൾ ക്ലാസ് റൂം എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഡേ 2 എന്ന് പറഞ്ഞ് കാണിക്കും. താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ടാസ്ക് 1 ലെസൺ പ്ലാൻ ക്രിയേഷൻ എന്ന് പറഞ്ഞ് അതിൻ്റെ താഴെയായിട്ട് ഇംഗ്ലീഷ് എന്നും കൊടുത്തിട്ടുണ്ട്, മലയാളം എന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ പ്രോംപ്റ്റ് ഞാൻ എടുത്ത് കോപ്പി ചെയ്യണേ. കോപ്പി ചെയ്ത് വാട്സപ്പ് പോട്ടെ, ലേഔട്ട് എന്തെങ്ങനെ. എന്നിട്ട് ന്യൂ ചാറ്റ് എടുത്ത് പുതിയൊരു ചാറ്റാണ്, ഫ്രഷ് ആയിട്ടാണ് നമ്മൾ തുടങ്ങണം. മറ്റേതിനെയൊക്കെ കളഞ്ഞു. ഇവിടെ പ്രോംപ്റ്റിനെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും PDF ഫയൽ നമ്മളിവിടെ പറഞ്ഞു കൊടുക്കണം. എൻ്റെ PDF ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത്. നമ്മൾ ആ പ്ലസ് Desktop. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു PDF ഫയൽ എന്നിട്ട് കാണിക്കുന്നില്ലല്ലോ. PDF ഫയൽ ടീച്ചർ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കൈവശം ഒരു PDF ഫയൽ റെഡിയാക്കി വെക്കണം. മനസ്സിലായോ? ഞാനിപ്പോൾ ഒരെണ്ണം എൻ്റെ മൊബൈൽ വഴി ഞാനിപ്പോൾ അയച്ചു തരും. വാട്സപ്പ് വഴി അയക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മൊബൈൽ വഴി അയച്ചു തരും. ഓക്കെ. ഇപ്പം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തു. ആ സമയം കൊണ്ട് മൊബൈൽ വഴി ഒരെണ്ണം അയച്ചോട്ടെ. എനിക്കൊരു മിനിറ്റ് സമയം തരണം. മെയിലിലാണ് ഇപ്പം ഞാൻ അയച്ചത്. മെയിൽ നിന്ന് ഫോണിലോട്ട് അയക്കേണ്ട താമസം. ഓക്കെ, ഇപ്പോൾ ഒരെണ്ണം വാട്സാപ്പിൽ വരും. അപ്പോൾ എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് എളുപ്പമുണ്ട്. അതിനെ എടുത്തങ്ങ് ചെയ്താൽ മതി. ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. സെൻഡ് എ കോപ്പി B5. B5ലേക്ക് ടീച്ചിങ് മാനുവൽ ഇതാ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മലയാളം കൂടെ വരും. ഓക്കെ, എന്നിട്ട് ഞാൻ കൊടുത്തു. ഇതാ എൻ്റെ പ്രോംപ്റ്റിംഗ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതാ ടീച്ചിങ് മാനുവൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞൊടിയിടയിൽ ടീച്ചിങ് മാനുവൽ റെഡി. ഇതാ വന്നു. ഈ വന്നുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മുടെ ടീച്ചിങ് മാനുവൽ, നമ്മൾ തയ്യാറാക്കിയെടുത്ത പുതിയ ടീച്ചിങ് മാനുവൽ. അതൊന്ന് ഒബ്സർവ് ചെയ്യാം, എന്തൊക്കെയാണ് അതിനകത്ത് പുതിയതായിട്ടുള്ളതെന്ന്. മറ്റതുമായിട്ട് നേരത്തെ കണ്ടതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പുതിയൊരു TM ആണ് കിട്ടിയത്. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് അനലൈസ് ചെയ്യുന്നു. ഈ പ്രോംപ്റ്റ് ഇതിലകത്ത് നിങ്ങൾക്ക് പ്രോംപ്റ്റിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താം. എങ്ങനെയാണ് മാറ്റം വരുത്തുക എന്ന് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്ത് പ്രോംപ്റ്റിൽ താഴെ ഇപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു സെക്ഷനിൽ കൂടുതൽ കണ്ടന്റ് ആഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു. ചൈൽഡ് എന്ത് ടീച്ചർ? പിക്ചർ അതിന് അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് കൊടുക്കാം. നമുക്ക് ഇപ്പോഴേ ഇതിപ്പോൾ ഇവർ തയ്യാറാക്കി തന്നാണല്ലോ. നമുക്ക് അപ്രോപ്രിയേറ്റ് പിക്ചർ നമുക്ക് ആഡ് നമ്മൾ നേരെ ഇതിനകത്ത് നമുക്ക് ഒന്നും കണ്ടന്റ് ആഡ് ചെയ്യാൻ പറ്റൂല. അപ്പം ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ഇവനെ അങ്ങ് പിടിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം വേർഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോകണം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു സർവീസാണ്, ഫ്രീ സർവീസ്, ഗൂഗിൾ ഡോക്ക് എന്ന് പറയും. ഗൂഗിൾ ഡോക്ക് അതൊന്ന് പരിചയപ്പെടുത്തരാം. ഗൂഗിൾ എന്ന് അടിക്കുക, ഡോക്ക്. അതിൽ ചെയ്യുന്ന ഒരുപാട് അധ്യാപകരെ എനിക്കറിയാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ DOC, ഡോക്ക്, ഡോക്ടറിൻ്റെ ഡോക്ക്. അതടിക്കുമ്പോൾ നമ്മൾ ജിമെയിൽ ഓക്കെ ആണെങ്കിൽ, ജിമെയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ആയി വരും. ഈ കാണുന്ന സിമ്പിൾ സാധനമാണ് ഗൂഗിൾ ഡോക്ക്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത ടീച്ചിങ് മാനുവലിനെ
നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വലിച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാം സെലക്ട് ചെയ്ത് കൺക്ലൂഷൻ വരെ സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് നമ്മുടെ പുതുതായിട്ട് കൊണ്ടുവച്ച ഇതിനകത്ത് പേസ്റ്റ് ചെയ്യും. പിന്നെ ഇമേജോ എന്ത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും രണ്ടാമത് ChatGPT ജനറേറ്റ് ചെയ്യാമല്ലോ. അതിനെ ഇവിടെ കൊണ്ടുവരാമല്ലോ. കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്കിതിനകത്ത് കൊണ്ടുവരാം. ഇതിനെ ഇനി നമ്മൾ സേവ് ചെയ്യാനൊക്കെ പഠിക്കും. എങ്ങനെയാണ് സേവ് ചെയ്യണതും ഫയൽ. ഇപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റ് എന്നാണ് മുകളിൽ കാണിക്കുന്നത്. ലെസൺ 6 മുതലാണ് വന്നല്ലേ? അത് തന്നെയാണ് അത് സ്റ്റാർട്ടിങ്. ഇത് മുതലായിരുന്നു. ഞാൻ കോപ്പി എടുത്തപ്പോൾ എല്ലാം എടുത്തില്ല. എനിക്ക് കോപ്പി എടുത്തപ്പോൾ ഒരു അബദ്ധം പറ്റി. കോപ്പി എടുത്തു, ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് പേസ്റ്റ് ചെയ്തു. ഓക്കെ, കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. ഇനി അതിനെ സേവ് ചെയ്യണം. എങ്ങനെയെന്ന് പഠിച്ചാൽ മതി. ഒരു സിമ്പിൾ ടീച്ചിങ് മാനുവൽ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനെ സേവ് ചെയ്യണമെങ്കിൽ മുകളിൽ അൺടൈറ്റിൽഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നേരെ അവിടെ ജമ്പ് ചെയ്യും. ക്ലാസ് 2 മലയാളം ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിലെന്താണോ ഉള്ളത് അതുപോലെ നമുക്കതിൽ കുറച്ച് കറക്ഷനാണ്. ഇപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇത് വേണ്ടാത്തതിനെയൊക്കെ ക്ലാസ് 2 മലയാളം യൂണിറ്റ് 2 അടിച്ച് താഴെ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്തതിനെയൊക്കെ കളഞ്ഞ് ഇതിനകത്ത് ചെറിയൊരു ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് നമ്മുടെ പേരൊക്കെ അടിച്ചു കൊടുത്ത്. യെസ് ടീച്ചർ. ഇംഗ്ലീഷിലല്ലേ ഇത്? മലയാളത്തിലുള്ള നമുക്ക് അടുത്ത് നോക്കാം, ഇതിനോടൊപ്പം നോക്കാം. അല്ല, മലയാളം യൂണിറ്റ് 2. മലയാളം യൂണിറ്റ് ക്ലാസ് 2 മലയാളം. അതെന്ത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇടയ്ക്ക് എന്തോ കോപ്പി പേസ്റ്റ് വന്നപ്പോൾ വന്നതാണ്. ക്ലാസ് 2 മലയാളം യൂണിറ്റ് 2 നന്നായി ഉണ്ണാം. ഇത് ഞാൻ ടീച്ചിങ് മാനുവലിൽ അപ്ലോഡ് ചെയ്ത PDF വല്ല അബദ്ധം പറ്റിയതാണോ എന്തോ. 2 PDF ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്, മാറിപ്പോയിട്ടുണ്ടാവും. മലയാളം എടുത്താണ് വെച്ചേക്കുന്നത്, അതായിരിക്കും. ക്ലാസ് 2 മലയാളം അവിടെയാണ് കേട്ടാ. ഞാൻ അപ്ലോഡ് ചെയ്ത PDF മാറിപ്പോയി. 2ാം ക്ലാസ്സിൻ്റെ മലയാളം എടുത്ത് ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്ത് മലയാളം എടുത്ത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കിയാലോ? ന്യൂ ചാറ്റ്. പറയോ? എന്ത് ടീച്ചർ? എന്ത് സാർ? ഒരു പ്രാവശ്യം ഒന്നേന്ന്. ഓക്കെ, ഒന്നേന്ന് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് നമ്മളെ ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ തുടങ്ങി എടുത്തു വെച്ചു. അതിനകത്ത് പ്രോംപ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ലെസൺ പ്ലാൻ ക്രിയേഷൻ്റെ താഴെയായിട്ട്, ഇംഗ്ലീഷിൻ്റെ താഴെയായിട്ട് നമ്മുടെ പ്രോംപ്റ്റ് ഇതാ കിടക്കുകയാണ്. ഈ പ്രോംപ്റ്റ് വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ കോപ്പി ചെയ്യാം. സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തു, ChatGPT എടുത്തു. എന്നിട്ട് നമ്മുടെ പുതിയ ഫ്രഷായിട്ട്, ന്യൂ ചാറ്റ് എന്ന് പറയുമ്പോൾ ഫ്രഷാണ്. താഴെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊന്നുമല്ല, നമ്മൾ ഫ്രഷ് ചാറ്റ് എടുത്ത് അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്തായിരുന്നു? യുണീക്ക് ആയിരിക്കണം. ഒരു ക്രിയേറ്റ് എ യുണീക്ക് ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ബേസ്ഡ് ഓൺ അറ്റാച്ച്ഡ് PDF. ഞാനൊരു PDF അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി തരൂ. യൂസ് എ ക്ലിയർ ടീച്ചർ ലൈക്ക് ടോൺ വേണം. സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കണം. ഇൻക്ലൂഡ് എൻഗേജിങ് ആക്ടിവിറ്റീസ് അതിനകത്ത് ഉണ്ടായിരിക്കണം. മേക്ക് ഇറ്റ് പ്രിൻ്റബിൾ ആൻഡ് വിഷ്വലി ക്ലീൻ ആയിരിക്കണം. ഇത് പറഞ്ഞിട്ട് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത്, ഇതായിരുന്നു ഞാൻ നേരത്തെ കൊടുത്ത പ്രശ്നം പറ്റിയത്. മലയാളം ടീച്ചിങ് മാനുവലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത്, അതല്ല ഇംഗ്ലീഷ് തന്നെ കൊടുക്കണം. ഓക്കെ, രണ്ടാമത് എടുത്തപ്പോൾ പ്രശ്നം പറ്റി, അതാണ് അബദ്ധം പറ്റി. ഇതാണ് കറക്റ്റ് PDF. ഇങ്ങനെ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുക. ഓക്കെ, ഞാൻ കൊടുക്കുകയാണേ. ഞാൻ ക്ലോസ് പോട്ടെ. ഇപ്പോൾ ക്ലിയർ ആയിട്ട് സ്റ്റാൻഡേർഡ് 3 ഇംഗ്ലീഷ് യൂണിറ്റ് 3 ഇൻ ഹാർമണി എന്ന് പറഞ്ഞ ആ യൂണിറ്റ് കറക്റ്റായിട്ട് കിട്ടി.
സാർ ആ PDF അറ്റാച്ച് ചെയ്യണത് മനസ്സിലായില്ല. ഒന്നുമില്ല, പ്ലസ് അതന്നെ ചെയ്യണം. ഉണ്ടാവാനി എനക്ക് എന്നിട്ടും മാഷ് പറയുമ്പോ അത് പിടുത്തം കിട്ടുന്നില്ല. നമ്മള് അതെന്തെന്ന് ചാറ്റ് പറയട്ടെ, GPT നിങ്ങൾ ചെയ്ത് പേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ടീച്ചറെ. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇത് വലിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. ഒരു പ്ലസ് കാണുന്നുണ്ടല്ലേ, അതിൽ പിടിച്ച് ഒരു ഞെക്കുക. ആഡ് ഫയൽസ് ആൻഡ് ഫോട്ടോസ്, ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. കിട്ടി, കഴിഞ്ഞു. ഇനി ഫോണിൽ ചെയ്യണവർക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടെ. ഫോണിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ ചാറ്റ് GPT കിട്ടില്ല. നിങ്ങൾ ആ ഫോണിൽ ആ PDF ഫയൽ എടുക്കുക. എന്നിട്ട് നമ്മളെ ഗ്രൂപ്പ് എടുക്കുക. ഞാൻ പറയുന്നത് എൻ്റെ കൂടെ അങ്ങ് ചെയ്യും. ഗ്രൂപ്പ് എടുക്കുക. ഓ വണ്ടി കൊണ്ടുവന്നേ കണ്ട, ടീച്ചിങ് മാനുവൽ ചറ പറയാന്ന് പറയണം. എത്ര ടീച്ചിങ് മാനുവൽ നോക്കും. ആ ഫോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ 3 ബട്ടണില്ലേ, 3 കുത്ത്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. കുറേ നേരം ഇൻ ഹാർമണി എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്ത ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിലൊരു 3 ബട്ടൺ കാണുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ സെലക്ട് ആവും. 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവും. ഷെയർ എന്ന് പറയുന്ന ഒരെണ്ണം കാണും, കണ്ടോ, ഷെയർ. ആ ഷെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ചാറ്റ് GPT ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഇത്രയും ചെയ്ത് വെച്ചാൽ പോരാ, ഫോണിൽ ചാറ്റ് GPT ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എന്നിട്ട് ചാറ്റ് GPTയിൽ കൊടുത്താൽ എൻ്റെ സ്ക്രീനിൽ കാണുന്ന പോലെ കാണും. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാവോ ഫോണ്? എൻ്റെ ഫോണിൽ എൻ്റെ മുഖത്തിന് പകരം ഞാനിപ്പം എൻ്റെ ഫോണാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ക്ലിയർ ഇല്ല അല്ലേ? ക്ലിയർ ഇല്ല, വെള്ള കളറിൽ കാണും. മാഷ പറഞ്ഞിടത്തും വരെ ഞാൻ എടുത്തു. ഇപ്പൊ ആ, ചാറ്റ് കിട്ടിയോ? പോയി, അത് കൊണ്ടുപോയി അവിടെ വെച്ചു. വന്നു. ഇനി അതിൻ്റെ അകത്ത് ആ പ്രോംപ്റ്റ് അങ്ങ് കൊടുത്താൽ മതി. പ്രോംപ്റ്റ് എവിടെ കിടക്കുന്നത്? നമ്മുടെ ക്ലാസ് റൂം എടുക്ക്. ഇതിലുണ്ട്. ഓക്കെ, അതാണെന്ന് എടുക്കാം ഇനി. അവിടെ നിന്ന് എടുത്ത് അങ്ങ് പേസ്റ്റ് ചെയ്താൽ മതി. സംഭവം തീർന്നു, പണി തീർന്നു. ഓക്കെ, ഖത്തം. നമ്മളപ്പോ PDF ആക്കി വെക്കണം ആദ്യം അല്ലെ, എന്തെങ്കിലും ആ, ചെയ്യേണ്ടിക്കല്. അതെ. ഞാൻ അതുകൊണ്ടാണ് PDF അങ്ങ് ഗ്രൂപ്പിൽ ഇട്ട് തന്നത്. അപ്പോൾ കുറച്ച് ടീച്ചേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റി. ഇല്ലാത്തവർ ഒരു ടെൻഷനും അടിക്കേണ്ട, സമാധാനത്തിൽ ചെയ്താൽ മതി. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരാം. ഇത് ഒരുപാടുള്ള കാര്യമല്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. സമാധാനത്തിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജോലി. അപ്പോൾ ഇനി രണ്ടാമത്തെ PDF കൂടെ അയക്കട്ടെ. ഒരെണ്ണല്ലേ അയച്ചുള്ളൂ. ഇനി മലയാളത്തിൽ നമുക്ക് ചെയ്യാം. ഇംഗ്ലീഷ് എളുപ്പമാണെന്ന് മനസ്സിലായി. ഇനി മലയാളം കൂടെ ചെയ്യണമല്ലോ. മലയാളം ഡൗൺലോഡ് ചെയ്തു. ഇതിനിടയിൽ വാർത്ത കേൾക്കണ ആരെങ്കിലും മുഖ്യമന്ത്രി ആയെങ്കിൽ ഒന്ന് പറയണേ. ചുമ്മാ ഒരു ആകാംക്ഷ. B5 ഒരു PDF വന്നിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു ലിങ്കും കൂടെ ഉണ്ട്, അത് ബൈൻഡ് ആക്കണ്ട. യെസ് ടീച്ചർ, പറയൂ ടീച്ചർ. ടീച്ചറെ പറയണം. നിങ്ങൾ ഫോൺ എടുത്ത് വെച്ചിട്ട് തിരിച്ചു വെച്ചാ? ചോദിക്കൂ, സംശയം ചോദിക്കൂ. അപ്പം ഞാൻ മലയാളം ഒന്ന് പറഞ്ഞോട്ടെ, സംശയമില്ലാത്ത സ്ഥിതിക്ക്. മലയാളം പറയാണേ. അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി ലളിതവും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാക്കുന്നതുമായ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. അധ്യാപക ശൈലിയിൽ വ്യക്തമായി എഴുതുകയും ക്രമബദ്ധമായ ഘടന പാലിക്കുകയും ചെയ്യുക. കുട്ടികളെ ആകർഷിക്കുന്ന രസകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. പ്രിന്റ് ചെയ്യാൻ അനുയോജ്യമായതും കാഴ്ചയ്ക്ക് വൃത്തിയുള്ളതുമായ രൂപത്തിൽ ഒരുക്കുക. ഇങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. അതിനെ കോപ്പി എടുത്തു. നമ്മൾ പുതിയ ചാറ്റ് എടുക്കും. മറ്റേതായിട്ട് ബന്ധമില്ല, അതൊരു പുതിയൊരു ക്ലാസ് അല്ലേ. അപ്പോൾ അതിനെ ആ മലയാളത്തിലുള്ള, ഇപ്പം നമുക്ക് മനസ്സിലായല്ലോ, മലയാളം പ്രോംപ്റ്റും നമുക്ക് ചാറ്റ് GPTയിൽ കൊടുക്കാം. ഇനി മറ്റ് ഭാഷകളൊക്കെ പരീക്ഷിച്ച് നോക്കുക. ഞാൻ മലയാളവും ഇംഗ്ലീഷും മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റ് ഭാഷകളൊക്കെ പരീക്ഷിച്ച് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. എന്നിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തന്ന 2ാം ക്ലാസ്സിൻ്റെ നന്നായി ഉണ്ണാം എന്ന് പറയുന്ന പാഠഭാഗത്താണ് ഞാനിവിടെ കൊടുക്കുന്നത്. അത് അപ്ലോഡ് ആയി കഴിഞ്ഞു.
കഴിഞ്ഞു അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീരാറായി. അപ്ലോഡായി കഴിഞ്ഞു. യെസ്, കഴിഞ്ഞു. ഇനി നമുക്ക് സെൻഡ് പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് തരുന്നത്. എന്തായിരുന്നാലും ചാറ്റ് GPT മലയാളത്തിൽ പിന്നിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ജെമിനിയിലും കൂടെ സെയിം പരീക്ഷണം നടത്തും. പദപരിചയം, പുതിയ വാക്ക് കണ്ടെത്താം. എന്നാലും തെറ്റുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രസകരമായ പ്രവർത്തനങ്ങൾ, ചിത്രം വരയ്ക്കാം, കഥയിലെ ഇഷ്ടദൃശ്യം കുട്ടികൾ വരയ്ക്കാം. പ്രവർത്തനം 2, പ്രവർത്തനം 3. ഓക്കെ, നേരത്തെ പോലെ തന്നെ മറ്റൊരു ടീച്ചിങ് മാനുവൽ ഇവിടെ. മലയാളം ക്ലാസ് 2, മലയാളം യൂണിറ്റ് 2, നന്നായി ഉണ്ണുൻ എന്നാണ് കിടക്കുന്നത്. നമുക്ക് പ്രോംപ്റ്റ് വഴിയൊക്കെ ചെറിയ തിരുത്തലൊക്കെ നമുക്ക് നടക്കാം. നന്നായി ഉണ്ണുൻ മാറ്റിയിട്ട് ഇതിനെ കോപ്പി എടുത്ത് ഏതാ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മംഗ്ലീഷ്. ഞാൻ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞില്ല എങ്കിലും ഒരിക്കൽ കൂടെ പറയാം. പറഞ്ഞാലും പറഞ്ഞില്ലേ ഒരിക്കൽ കൂടെ കേൾക്കുക. മംഗ്ലീഷ് എന്ന് പറഞ്ഞ് നമുക്കൊരു കീബോർഡ് ഉണ്ട്. ഒരുപാട് അധ്യാപകർ ഉപയോഗിക്കുന്ന ടൂളാണ്. മംഗ്ലീഷ് കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മലയാളത്തിൽ അടിച്ച് നമുക്ക് അതായത് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർക്ക് ഇതിനകത്ത് അടിച്ചിട്ട് കയറ്റിയിട്ട് നമ്മുടെ ചാറ്റ് GPT കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരെണ്ണം ഞാൻ നന്നായി ഉണ്ണുൻ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് നന്നായി, ഞാൻ ഇംഗ്ലീഷിൽ നന്നായി ഞാൻ ഇംഗ്ലീഷിൽ അടിച്ചപ്പോൾ അതെനിക്ക് സജഷൻ കാണിച്ചു തന്നു. അതിൽ കറക്റ്റായി നന്നായി ഉണ്ണാം, UNNAM, ഉണ്ണാം താഴെ കിടക്കും. നന്നായി ഉണ്ണാം. ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുത്ത് ഒരു ശ്രമം നടത്തുകയാണേ. ചാറ്റ് GPT ശരിയാക്കി തരുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ശ്രമം നടത്തുകയാണ്. റീപ്ലേസ് ബ്രാക്കറ്റിൽ ഈ നന്നായി ഉണ്ണുൻ എന്ന് പറയുന്ന ഈ സാധനത്തിനെ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഏതായിട്ട് നന്നായി ഉണ്ണാം. കഴിഞ്ഞിരുന്നോ? ടീച്ചറെ കോഫി ടീച്ചറെ ഇനി ആ പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്യണേ. ഒന്ന് ഉണ്ണുൻ മാറ്റിയിട്ട് നന്നായി ഉണ്ണാം. യെസ്, കറക്റ്റ് ആയി കേട്ടോ. ഞാൻ ഒരു റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഇതൊന്ന് ഇതിലോട്ട് തരൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോ നന്നായി ഉണ്ണാൻ കറക്റ്റ് ആക്കി തന്നേ. ഓക്കെ, നന്നായി ഉണ്ണാം ഇങ്ങനെ കറക്റ്റ് ആക്കി തന്നു. ഫുൾ ടീച്ചിങ് മാനുവൽ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്താം. ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക. മാക്സിമം ടീച്ചിങ് മാനുവൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ മാനുവൽ ചെയ്ത് നോക്കി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. അപ്പോൾ നന്നായി ഉണ്ണാൻ കറക്റ്റായത് കണ്ടോ? എങ്ങനെ കറക്റ്റ് ചെയ്തേ? ആ നന്നായി ഉണ്ണുൻ എന്ന് പറയുന്ന സാധനത്തിനെ മംഗ്ലീഷ് കീബോർഡിൽ പോയിട്ട് നന്നായി ഉണ്ണാം എന്ന് കറക്റ്റായിട്ടുള്ള സാധനത്തിനെ ഞാൻ എടുത്തിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ചെറിയ ഇമേജൊക്കെ ആണെങ്കിൽ ഇത് കൂടുതൽ വർക്കൗട്ട് ആവുന്നത്. വലിയ പേജിൽ ഒരുപാട് മിസ്റ്റേക്ക് വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ മലയാളം ചെറിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൽ മെനക്കെട്ടാലേ പറ്റുള്ളൂ. ഇംഗ്ലീഷിൽ അത്ര പ്രശ്നമില്ല, നമുക്ക് ഈസി ആയിട്ട് അങ്ങ് ചെയ്തു പോകാം. മലയാളത്തിൽ ഉറപ്പായിട്ടും തെറ്റുകൾ പ്രതീക്ഷിക്കാം. കുറയ്ക്കാനായിട്ട് ജെമിനിയിൽ പോവുക. ജെമിനിയിൽ പോയിട്ട് അവിടെ ഇതേ പ്രൊസീജിയർ ആവർത്തിക്കുക. ഇത്രയും തെറ്റുകൾ അവിടെ വരത്തില്ല. മലയാളം ചെയ്യുന്നവർ ജെമിനി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇവനെയും നമ്മൾ എന്ത് ചെയ്യും? ഇവനെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എങ്ങനെ കമ്പ്യൂട്ടറിലല്ല ഫോണിൽ സേവ് ചെയ്യേണ്ടത് എങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഇത്തവണ പറയും. കഴിഞ്ഞ തവണ പറഞ്ഞില്ല. നമ്മൾ കോപ്പി ചെയ്തിട്ടേ ഉള്ളൂ ഒരു പുതിയ ഡോക്യുമെന്റ്. ഇതിന്റെ നമ്മൾ തുടക്കം കണ്ടുപിടിച്ചിട്ട് തുടക്കം മുതൽ ഇങ്ങി പിടിക്കാൻ പോകണേ. ടീച്ചിങ് മാനുവൽ എന്നാണ് കിടക്കുന്നത്. Ctrl+C എടുത്ത് നമ്മൾ ഗൂഗിൾ ഡോക്ക്. എന്തിനാണ് ഗൂഗിൾ ഡോക്ക് എടുക്കണ്ടേ? ഒരു ചിലവുമില്ല. നമുക്ക് തന്നെ ഇവിടെ തന്നെ ചെയ്യാം. വേറെ ഒരിടത്തും പോകണം. ബ്രൗസറിനകത്ത് തന്നെ നമുക്ക് ചെയ്തങ്ങ് പോകാം. അല്ലെങ്കിൽ മറ്റൊരു സോഫ്റ്റ്വെയർ എടുത്ത്
അത് ഇനി മറ്റൊരാളുടെ ഫോണിൽ കാണില്ല, അല്ലെങ്കിൽ വേറെ ആളുടെ കമ്പ്യൂട്ടറിൽ കാണില്ല. ഇതാകുമ്പോൾ എല്ലാ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് ഗൂഗിൾ ഡോക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിനെ പേസ്റ്റ് ചെയ്യാം, ഇവിടെ നിന്ന് ചെയ്ത് തന്നെ ഇവിടെ ആയിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാ നമുക്ക് ഈ അൺടൈറ്റിൽഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലൈന് ഇവിടെ നിന്ന് ചാടി അവിടെ പോകുന്നു പറഞ്ഞു. അപ്പൊ ഇനി ഇതിനെ സേവ് ചെയ്യേണ്ട എങ്ങനെയെന്ന് ഒന്ന് വെച്ചോ. എല്ലാ കമ്പ്യൂട്ടറിലും എല്ലാ സോഫ്റ്റ്വെയറിലും ചെയ്യുന്ന പോലെ തന്നെ ഫയലിൽ പോവുക. ഇതിനകത്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് മൈക്രോസോഫ്റ്റ് വേർഡിൽ നമ്മൾ ഇനി ഇത് എഡിറ്റ് ചെയ്യുമെങ്കിൽ, ഈ കാണുന്ന എഡിറ്റ് ചെയ്യുമെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്സ് കൊടുക്കാം. എങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതിനെ സേവ് ചെയ്ത് ഇടാൻ പറ്റും. ഇപ്പൊ ഇത് സേവ് ആയിട്ടുണ്ട്. ഇതിന്റെ ഡൗൺലോഡില് ടീച്ചിങ് മാനുവലില് ഡോക്സ് ഫോർമാറ്റിൽ സേവ് ആയി. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, PDF. നമുക്ക് അറിയാവുന്ന PDF ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക. നമ്മുടെ ടീച്ചർമാർ പലരും ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അവരിങ്ങനെ ആയിട്ട് ചെയ്യുക. ഇനി ഷെയർ കൊടുത്ത് ചെയ്യാം. നമുക്ക് മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, ODT എന്ന് പറയുന്ന സാധനം. അത് യുണിക്സിലൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമായിട്ടുള്ള സാധനമാണ് ODT. ഇപ്പൊ ടീച്ചിങ് മാനുവലായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു കുഞ്ഞ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കി, പ്രൊഫഷണൽ ടീച്ചിങ് മാനുവൽ എന്ന് പറയാൻ പറ്റില്ല. മൊബൈലിൽ സേവ് ചെയ്യുന്നതും കൂടി മൊബൈലിൽ സെയിം പ്രൊസീജിയർ തന്നെ ടീച്ചറെ. നമ്മുടെ ടീച്ചിങ് മാനുവല് ഈ ഈ ഇതിന്റെ ഒരു ഡോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ടീച്ചർ ഫോണിൽ സേവ് ചെയ്തു, ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞ് സേവ് ചെയ്യണം. അങ്ങനെയും ചെയ്യാം, അല്ലാതെ ബ്രൗസറിലും ഒക്കെ എടുക്കാം. ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബ്രൗസറിലും ഒക്കെ വരും. ഇത് ഗൂഗിളിന്റെ ഫ്രീ പ്രോഡക്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഒന്ന് ട്രൈ നോക്ക്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എളുപ്പോ ആ. ഗൂഗിൾ ഡോക്ക്? പറയണം ടീച്ചറെ, സിനി ടീച്ചറെ ആ പറയണം. അതുപോലെ ചെയ്യാം. ഞാൻ മാഷ് പറഞ്ഞ പോലെ ഗൂഗിൾ ഡോക്ക് കണക്ട് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം എന്തെങ്കിലും സംശയം ഉണ്ടോ സാറിന്. ഓക്കെ, തീർച്ചയായും നടക്കും. നമുക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൂടെ നോക്കാണ്ട്, അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടുക. ഇനി നമുക്ക് ഇതിന്റെ കൂടെ നമുക്കൊരു രസകരമായ മറ്റൊരു ആക്ടിവിറ്റി ഉണ്ട്. അത് ചെയ്യാനായിട്ട് നമ്മൾ മെറ്റ AI എന്ന് പറയുന്ന ഒരു ഗൂഗിളിൻ്റെ അല്ല, സോറി, നമ്മുടെ വാട്സപ്പിൻ്റെ പ്രോഡക്റ്റാണ് മെറ്റ AI. അതിൻ്റെ ലിങ്ക് നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഇട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിൽ മെറ്റ AI കിടപ്പുണ്ട്. ഈ മെറ്റ AI എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ മെറ്റ AI വരും. ഇതല്ലാതെ ഗൂഗിൾ എടുത്തിട്ട് മെറ്റ AI അടിച്ചാലും നമുക്ക് ഈ മെറ്റ AI കിട്ടും. ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കലാപരിപാടികൾ? നമ്മൾ ആദ്യം ഒരു സ്റ്റോറി ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത റാബിറ്റ് ആൻഡ് ടൈഗറിൻ്റെ സ്റ്റോറി തന്നെ എടുത്തു വെച്ചേക്കാണ് ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടി. നിങ്ങൾക്ക് വേറെ സ്റ്റോറി മാറ്റിയൊക്കെ ഇടാം. ഒരു സ്റ്റോറി തയ്യാറാക്കുക, എന്നിട്ട് ക്രിയേറ്റ് എ നരേഷൻ. ഒരു നരേറ്ററിനെ തയ്യാറാക്കണം. ഒരു കാക്കയാണ് ഇവിടുത്തെ നരേറ്റർ. കാക്ക കഥ പറയുക എന്നുള്ളതാണ് ഇന്നത്തെ തീം. ഇന്ന് 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം വരെ നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്യണം. നിങ്ങൾ കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്താലേ പറ്റുള്ളൂ. 6-ാം ദിവസം നിങ്ങൾ കൈയും കെട്ടിയിരുന്ന് വെറുതെ ചെയ്ത് കൊടുത്ത് പ്രോംപ്റ്റ് മാത്രം കൊടുത്താൽ. പക്ഷേ ഇന്ന് മുതലുള്ള ദിവസം ഇത്തിരി വർക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒന്ന് പറയട്ടെ എങ്ങനെ. അപ്പോൾ സ്റ്റോറി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും, നരേറ്ററിനെ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ക്രിയേറ്റ് എ വെരി ഷോർട്ട് ചൈൽഡ് ഫ്രണ്ട്ലി നരേഷൻ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അതിനെ വീഡിയോ ആക്കും. ഈ 4 സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് കിടക്കാം. നമുക്ക് ആദ്യം പ്രോംപ്റ്റ് എടുത്തിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. സ്റ്റോറി നമ്മൾ ഇത്തവണ ഈ മെറ്റ, നിങ്ങളുടെ വാട്സപ്പിൽ ഒരു മെറ്റ കാണുന്നില്ലേ, അത് തന്നെയാണ്, അതേ ഐക്കൺ ഒക്കെ തന്നെയാണ്. പക്ഷെ വാട്സപ്പിൻ്റെ മെറ്റയ്ക്ക് എന്താ കുഴപ്പം? വീഡിയോ ചെയ്യാൻ പറ്റില്ല, ഇമേജ് മാത്രം. ഇമേജും സ്റ്റോറിയൊക്കെ തയ്യാറാക്കി തരും. ഇഷ്യൂ ഉണ്ടല്ലോ. ഇതൊരു പ്രശ്നം. ഞാൻ പെട്ടെന്ന് ലോഗ് ചെയ്യാം. 488.
ഇതൊന്ന് ലോഗിൻ ചെയ്തോട്ടെ. ലോഗിൻ ചെയ്താലേ മുന്നോട്ട് പോകത്തുള്ളൂ. നമുക്ക് ഈ മെറ്റ എയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇമേജ് ജനറേറ്റ് ചെയ്യാം, സ്റ്റോറി ജനറേറ്റ് ചെയ്യാം, ഇമേജ് അൺലിമിറ്റഡ് ഇമേജിനെ വീഡിയോ ക്ലിപ്പുകളൊക്കെ ആക്കി മാറ്റാം. ചെറിയ ചെറിയ അനിമേഷൻസ് ഒക്കെ നമ്മളിനി ഈ മെറ്റ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെറ്റയിൽ നമുക്ക് മെറ്റ ഹെൽപ്ഫുൾ ആണേ. ഇതൊന്ന് ലോഗിൻ ആയിക്കോട്ടെ. അയ്യോ വന്നില്ലല്ലോ. ഡിഡിൻ ഗെറ്റ് കോഡ് സക്സസ്ഫുള്ളി സെൻഡ്. നമ്മുടെ സമയമൊക്കെ പോവുകയാണല്ലോ. ഞാൻ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യണം. ഫേസ്ബുക്കിൻ്റെയും കൂടെ ആണല്ലോ ഈ സാധനം. അതുകൊണ്ടാണ് ഈ വിഷയം വന്നത്. ഓപ്പൺ ആകൂ വേഗം. എററും കാണിക്കണില്ല. നേരത്തെ ഓപ്പൺ ആക്കി വെക്കേണ്ടതായിരുന്നു. ഇമെയിൽ സ്വന്തം 0979. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനെ നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഓൾറെഡി ലോഗിൻ ആവാത്തത് കൊണ്ടായിരുന്നു ഈ ഒരു വിഷയം വന്നത്. ഇനി നമുക്ക് ഈ മെറ്റ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫേസ്ബുക്കിൽ ഓൾറെഡി ലോഗിൻ ആയതുകൊണ്ട് ഇനി അങ്ങ് കയറിപ്പോയിക്കോ. ഇനി നമുക്ക് തടസ്സം കാണില്ല. അതപ്പോൾ മെറ്റ ഓപ്പൺ ആയി വന്നു. എൻ്റെ ഡീറ്റെയിൽ ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും. നമുക്ക് പുതിയൊരു ചാറ്റാണ്. അതിനകത്ത് ഈ പറഞ്ഞ കോഡ് ആദ്യം പ്രോംപ്റ്റ് ആദ്യം കോപ്പി ചെയ്യാം. മെറ്റ നമ്മൾ അതെന്തായത് മെറ്റ ക്ലിക്ക് ചെയ്ത് മെറ്റ ഓപ്പൺ ആക്കി എടുത്തു. എന്നിട്ട് പ്രോംപ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രോംപ്റ്റ് എടുത്ത് പ്രോംപ്റ്റിനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. സംഭവം സെയിമാ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത ആ ടൈഗർ വന്നില്ലേ ലോഗിൻ. ഇവിടെ താഴെ ശ്രദ്ധിക്കണേ, ഇവിടെയാണ് ലോഗിനും സൈനപ്പും വരുന്നത്. ജോയിൻ യൂസിങ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇതിനകത്ത് കൊടുത്ത് വീണ്ടും കോഡ് ചോദിക്കുന്നു.
940. നമുക്ക് വേറൊരു സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോയി ഇത് നടന്നില്ല എന്നുണ്ടെങ്കിലേ നമ്മൾ വീണ്ടും ചാറ്റ് GPT പോയി നമ്മൾ ചെയ്യും. സാർ ഇത് ആ അക്കൗണ്ട് ഇല്ലാണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാം. തന്നെ അല്ലേ? ഇത് മൊബൈൽ നമ്പറാണ് ഞാനിപ്പോ ഞാൻ ജസ്റ്റ് പിന്നീട് അങ്ങനെ ചെയ്തപ്പോ വേഗം സൈൻ ശരിയായല്ലേ? അപ്പ് ആയി. ആ ആ ഇപ്പൊ എന്താ ടീച്ചറിന് പറഞ്ഞപ്പോൾ അവർ പേടിച്ചു പോയതോളൂ. ശരിയായി, പെട്ടെന്ന് ശരിയാക്കി തന്നു. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടി. ഇനി പ്രശ്നം വരത്തില്ല. മൊബൈൽ നമ്പർ വെച്ചിട്ടുള്ള തന്നെയാണ്. മൊബൈലിൽ എനിക്കത് വന്നു, മെസ്സേജ് വന്നപ്പോഴാണ് സംഭവം ശരിയായി. ഇത് നമ്മൾ മൊബൈലിൽ ചെയ്യുമ്പോൾ ഈ വിഷയമില്ല, കാരണം എപ്പോഴും നമ്മൾ മൊബൈൽ ഓൺ ആക്കി വെച്ചിരിക്കുകയല്ലേ. ഇത് പുതിയ കമ്പ്യൂട്ടറായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ചെയ്തതായിരുന്നു, അതായിരുന്നു ഇഷ്യൂ എന്ന്. എനിവേ സംഭവം ഓക്കെ ആയി. ഞാൻ ക്രിയേറ്റ് മീ എ മോറൽ സ്റ്റോറി റാബിറ്റ് ആൻഡ് ടൈഗർ ബോത്ത് ആർ തിക് ഫ്രണ്ട്സ് ആൻഡ് ഐ നീഡ് സ്മോൾ സ്റ്റോറി ആൻഡ് സ്റ്റോറി മസ്റ്റ് ബി കിഡ്സ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു കൊടുത്തു. ആ സ്റ്റോറി തയ്യാറായി ഇപ്പം വരും. ഈ സ്റ്റോറി ഇതാ മെറ്റയും ചാറ്റ് GPT കഴിഞ്ഞ തവണ നമുക്ക് തയ്യാറാക്കിയതുപോലെ മെറ്റയും തയ്യാറാക്കി തന്നു. ഓക്കെ, സ്റ്റോറി ഇതായിരിക്കും. സ്റ്റോറി കഴിഞ്ഞു, സിമ്പിൾ സ്റ്റോറി അതവിടെ കിടക്കട്ടെ. ഇത് മെറ്റയുടെ മെമ്മറിയിൽ സ്റ്റോർ ആവാൻ വേണ്ടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വേണ്ടത് നരേഷനാണ്. ഈ പ്രോംപ്റ്റ് അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് നരേറ്റർ എന്ന് പറയണേ, അതിൻ്റെ താഴെ പ്രോംപ്റ്റ് കിടപ്പുണ്ട്. ഞാൻ ഈ നരേഷൻ തയ്യാറാക്കി തന്നിട്ട് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രോംപ്റ്റ് 2 ആദ്യം എടുക്കുക. ഈ കാണുന്ന സ്റ്റോറിയുടെ ഒരു നരേഷൻ തയ്യാറാക്കി തരാൻ പറയണം. നരേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം. ഇവിടെ തന്നെ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. ഇതിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പം നരേഷൻ ഇവിടെ ഇട്ടെ, ഇവനെ താഴെ ഇടാം. ഇത് എന്ന് പറയുന്നത് അടുത്ത ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇപ്പം നമ്മൾ നരേഷൻ എന്താ തയ്യാറാക്കി തരാണ്. അപ്പം ഈ കാക്കയാണ് നമ്മുടെ കഥാപാത്രം. കാക്ക പറയാണ് ക്രോ 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 ഹലോ ലിറ്റിൽ ഓൺസ് ഐ എം കോക്കോ ദ ക്രോ എന്ന് പറഞ്ഞ ആ കഥ, ഈ മോളിൽ കണ്ട കഥയെ ഇവന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഓക്കെ, നമുക്കത് ഒന്ന് ചെയ്യാം. നമുക്കത് ചെയ്യാനായിട്ട് ആദ്യം കാക്കയുടെ ഒരു ഇതുണ്ടാക്കണം. കാക്കയുടെ ഒരു ക്യാരക്ടർ നമ്മൾ ഉണ്ടാക്കണം. അതിൻ്റെ പ്രോംപ്റ്റാണ് ഈ കാണുന്നത്. ക്രിയേറ്റ് എ ഹൈ ക്വാളിറ്റി 3D കാർട്ടൂൺ ക്രോ ക്യാരക്ടർ വിത്ത് എക്സ്പ്രസീവ് ഐസ്, സോഫ്റ്റ് ബ്ലാക്ക് ഫെദേഴ്സ് ആൻഡ് എ ഫ്രണ്ട്ലി സ്മൈലിംഗ് ഫേസ്, സ്റ്റാൻഡിങ് ലൈക്ക് എ സ്റ്റോറി ടെല്ലർ ആൻഡ് ഗസ്റ്ററിങ് വൈൽ നരേറ്റിംഗ് ഇൻ എ കളർഫുൾ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആ കാക്കയെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രോംപ്റ്റ് എടുത്തിട്ട് മെറ്റയ്ക്കകത്ത് പേസ്റ്റ് ചെയ്യണം. മെറ്റ ഇനി ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടാക്കി തരട്ടെ. യെസ്, ഇപ്പം 4 പിക്ചർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ക്രിയേഷനാണ് നടക്കുന്നത്. ഇമേജിനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി 4 കാക്കക്കുട്ടന്മാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വരുമ്പോൾ മൗസ് ഓവർ ചെയ്യുമ്പോൾ എന്ത് ടീച്ചേഴ്സ് കാണിക്കുന്നു? അനിമേറ്റ്. ഇപ്പം നിങ്ങളിൽ ഇതിൽ 4 ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് അനിമേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ എന്താവും? അവൻ അനിമേറ്റ് ആവും. അപ്പം ഇങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്യുക. അനിമേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ അവിടെ പണി തുടങ്ങും. അപ്പം അവിടെ വെച്ച് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ആ പിക്ചറിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് അപ്പം ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്ക്രീൻ വന്നു. അവിടെ വെച്ച് വന്നില്ലേ ഇവിടെ വെച്ച് വരണം. ഇമേജ് പ്രോംപ്റ്റ് ഇത് നമുക്ക് ഈ പിക്ചർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ എനിക്ക് 3 നിങ്ങൾക്ക് ഇത് കാണാം. ഞാൻ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് അവിടെ വെച്ച് ആയില്ല, പക്ഷെ അത് പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഹൈ ക്വാളിറ്റി 3D ഇമേജ് ഡൗൺലോഡായി. ഈ ഇമേജ് ഡൗൺലോഡായി. വീഡിയോയും ഉണ്ട്. വീഡിയോ നമുക്കൊന്ന് അനിമേറ്റ് ചെയ്ത് കാണാം. ഞാൻ എങ്ങനെ ഏതാ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലെഫ്റ്റിൽ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്തുകൊണ്ട് 3 അനിമേഷൻ വന്നു. ഇതിൽ വോളിയില്ല, കണ്ടോ? ഇവനെയും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മുകളിൽ ഈ ഡൗണിൻ്റെ ഒരു ആരോ താഴോട്ട് കിടപ്പുണ്ടേ, ഇങ്ങേ അറ്റത്ത് ഇങ്ങേ മുകളിൽ ഡൗൺ എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് സേവ് ആവും.
നരേഷൻ എവിടെ ഉണ്ട്? ഓക്കെ, ഇപ്പം നമ്മുടെ എന്തൊക്കെയാ ഇതിനകത്ത് ചെയ്തേ? ആദ്യം സ്റ്റോറി തയ്യാറാക്കി, പിന്നെ അതിൻ്റെ അകത്ത് ഒരു നരേഷൻ തയ്യാറാക്കി. ഈ കാണുന്നതാണ് ആ കഥ, ഇയാൾ പറയുന്ന ഈ കാക്ക പറയുന്ന നരേഷൻ. പിന്നെ പറയുന്ന കാക്കയെ തയ്യാറാക്കി. അനിമേറ്റഡിൽ ഇഷ്ടപ്പെട്ട 4 ഇമേജാണ് തയ്യാറാക്കി തന്നെ. അതിൽ ഇഷ്ടപ്പെട്ടതിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് അനിമേറ്റ് ചെയ്ത് നമ്മുടെ ഇതിനകത്ത് കാണിച്ചു. അതിൽ പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറുത്ത സ്ക്രീനിൽ വരും. ഇതിനകത്ത് നമ്മൾ ഇതിൽ ഡൗൺലോഡ് ചെയ്ത ഫയലുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിൽ പ്രിപ്പയർ ചെയ്തതിനൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ആ വീഡിയോ ഫയലുണ്ട്, അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നടുക്കായിട്ട് കിട്ടും. നടുക്ക് വലിയ സ്ക്രീനിൽ കിട്ടും, കണ്ടോ? അതിനെ ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്കിത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഫോണിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരുപാട് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടം ആണല്ലോ ഇതൊക്കെ കണ്ട് പഠിക്കാനും. കുട്ടികൾ ഭയങ്കരമായിട്ടൊക്കെ ശ്രദ്ധിച്ചിരിക്കും. ഇത്രയാണ് ഈ സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇതിന് അവസാനം ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനത്തിലോട്ട് കൊണ്ടുപോകണം. അതിന് മുമ്പ് നരേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രോംപ്റ്റും കൂടെ കൊടുക്കണം. നമുക്ക് ഗൂഗിൾ ഫ്ലോ ഒന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് പോകാം. ഫേസ്ബുക്ക് ക്ലോസ് ചെയ്യാം. ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം പറയാം. ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ഉണ്ടല്ലോ, നമ്മുടെ കമ്പനി. ഈ കമ്പനി തരുന്ന മറ്റൊരു ഫ്രീ സർവീസാണ് ഗൂഗിൾ ഫ്ലോ. ഇതിനകത്ത് നമുക്ക് ഇമേജുകൾ, ഹൈ ക്വാളിറ്റി ഇമേജുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അനിമേഷൻ ചെയ്യാം, ഈ ലിപ്പ് സിങ്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ എടുക്കുക, ഫ്ലോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. ഗൂഗിൾ ഫ്ലോ, നമ്മൾ ഇതിനകത്ത് ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ ഫ്ലോ എടുക്കുക. അപ്പോൾ ഈ കാണുന്ന സാധനം അതിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ഫ്ലോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ഫ്ലോയുടെ സൈറ്റ് നമുക്കിവിടെ ഓപ്പൺ ആയി വരും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാക്കയെ ഡൗൺലോഡ് ഫോൾഡറിൽ കിടപ്പുണ്ട്. അവനെ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സംസാരിപ്പിച്ച് പറത്തി വിടും. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഗൂഗിൾ ഫ്ലോയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഒരു ഇൻ്റർഫേസ്. അപ്പോൾ അതിനകത്ത് ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് പറയുന്ന നടുക്ക് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് പറയുന്ന നടുക്ക് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഡ് ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വർക്കുകളൊക്കെ നമുക്ക് ഇത് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻ്റെ പഴയ പ്രോജക്റ്റുകൾ, ഇതിന് മുന്നേ ചെയ്ത വർക്കുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എപ്പോൾ ഗൂഗിൾ ഫ്ലോ ചെയ്യായിരുന്നാലും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോക്കണം എത്രയാണ് ക്രെഡിറ്റ് റിമൈനിങ് ഉള്ളത്. എന്താണ് ക്രെഡിറ്റ്? AI സോഫ്റ്റ്വെയർസ് എല്ലാം ഒരു ഫ്രീ ക്രെഡിറ്റ്സ് നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡിക്ക് തരും. ഒരു ഇമെയിൽ ഐ ഡിക്ക് ഇത്ര ഫ്രീ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ 150 ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്നത് 150 ആയിരിക്കും. ഈ 150 ക്രെഡിറ്റ് വെച്ച് നമുക്ക് ഒരു 3-4 വീഡിയോസൊക്കെ ചെയ്യാം. ഒരു ഇമെയിൽ ഐ ഡിയിൽ ഒരു ക്രെഡിറ്റ് തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മറ്റൊരു ഇമെയിൽ ഐ ഡി നമ്മൾ ലോഗിൻ ചെയ്ത് അതിനകത്ത് വർക്ക് ചെയ്യും. അത് തീരുമ്പോൾ 3ാമത്തെ ഇമെയിൽ ഐ ഡി നമ്മൾ ലോഗിൻ ചെയ്ത് അതിനകത്ത് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മുടെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഫ്രീ കുറേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു ഫ്ലോയുടെ ഒരു പുതിയ ഒരു വിൻഡോ നമുക്കിവിടെ കാണാൻ പറ്റും സ്ക്രീനിൽ. ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ കറുത്ത സ്ക്രീൻ, നടുക്കൊരു പൂ പോലെയൊക്കെ ഉണ്ട്. താഴെ നമ്മുടെ പ്രോംപ്റ്റ് ഏരിയ ഉണ്ട്. ഇപ്പോൾ കിടക്കുന്ന നാനോ ബനാനോ 2 എന്ന് പറയുന്നതാണ്. ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള. നാനോ ബനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പം മനസ്സിലാക്കിക്കോണം, ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. നമ്മൾ ഡേ 3-ലോ 4-ലൊക്കെ ഇമേജ് ഒരുപാട് ചെയ്യും. ഡേ 4-ൽ ഇമേജ് ഒക്കെ ചെയ്യുന്ന ഇതിലായിരിക്കും. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിൽ വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇമേജ് ആണെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും, നാനോ ബനാന ഇങ്ങനെ കാണിക്കും. ഇനി വീഡിയോ ആണ് എടുക്കേണ്ടെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും, വീഡിയോ എന്ന് കാണിക്കും. ഇത് ഒരുപാട് പേർക്ക് സംശയം വരുന്നതാണ്, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇമേജ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ ഇമേജ് എന്ന് മാത്രം ഈ വെള്ള കളറിൽ സെലക്ട് ആയിരിക്കും. വീഡിയോ ആണെങ്കിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്ത് ഏത് ടൈപ്പിൽ വേണം? നമ്മുടെ പോർട്രേറ്റ് ആണെങ്കിൽ ഈ 9:16 എന്ന് പറയുന്ന ഈ ഇതിൽ കൊടുക്കാം.
മറ്റേ 16:9 എന്ന് പറയുന്ന ഇതിൽ കൊടുക്കാം. വീഡിയോ നമ്മൾ അതിൽ ചെറിയ ഐക്കൺ കാണുമ്പോൾ നമുക്ക് പിടികിട്ടും ഏത് ടൈപ്പിലാണ് നമുക്ക് വീഡിയോ വേണ്ടത്. നമുക്ക് മിക്കവാറും പ്രൊജക്ടറിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ കാണിക്കാൻ 16:9 ആയിരിക്കും നല്ലത്. ഫോണിലാണ് കാണിക്കുന്നതെങ്കിൽ 9:16 ആണ് നല്ലത്. ഇത് മറ്റേ ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ 9:16 എന്ന് പറഞ്ഞ സൈസാണ് കൊടുക്കുന്നത്. യൂട്യൂബുകാർ 16:9 എന്നുള്ള സൈസാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഈ 1x ഇട്ട് പഠിക്കുക. അപ്പം ചെറിയ സൈസേ ആവത്തുള്ളൂ. 1x ഒരു കുഞ്ഞ് ക്വാളിറ്റി കുറഞ്ഞ ഒരു സാധനമാണ് ഈ 1x. ഇപ്പോൾ 20 ക്രെഡിറ്റ് ഒക്കെ എടുക്കുകയുള്ളൂ. നമ്മൾ പഠിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ചെറുത് മതി. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ കൊടുക്കേണ്ടത്. അത് കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് എൻഡ് കാണിക്കും. മറ്റേ ബനാന ഇല്ല, ബനാന മാറി, വീഡിയോ മാത്രമേ വരുള്ളൂ. ഇനി നമുക്ക് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളവിടെ അപ്ലോഡ് ചെയ്ത വീഡിയോയും കാണും, ഇമേജും കാണും. ഡൗൺലോഡിൽ ഞാൻ തമ്പനെയിൽ എടുത്ത് നോക്കട്ടെ. വ്യൂ എടുത്തിട്ട് കാക്ക വന്നാ ഒരു കാക്ക വന്നവിടെ. ആ കാക്കയുടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ അത് ഇമേജ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഇമേജ് ഫയലാണ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. എന്നാൽ ഇമേജ് ഫയൽ വെച്ച് നമുക്ക് നോക്കാം. ഇത് താഴെ പ്രോംപ്റ്റിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇപ്പോൾ ഇതിനകത്ത് ഡയലോഗ് നമുക്കിവിടെ ഉണ്ടല്ലോ. എന്തായിരുന്നു ഡയലോഗ്? മെറ്റ ക്രിയേറ്റ് ചെയ്ത ഡയലോഗ് ക്രോ. ഇത് ഒരുപാടൊന്നും എടുക്കില്ല, ഒരു 5 സെക്കൻഡൊക്കെ തരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വരും, 5 സെക്കൻഡിൽ ഇത്രയൊക്കെ പറയുള്ളായിരിക്കും. നോക്കാം. ഡയലോഗ് എന്ന് അടിച്ചിട്ട് ഒരു ഡബിൾ കോഡ്സ് കൊടുത്ത് അതിനകത്ത് ഇതിനെ ഞാൻ പേസ്റ്റ് ചെയ്യണേ. ഡബിൾ കോഡ്സ് കൊടുത്തിട്ട് അതിനകത്ത് ഈ ഇത്രയും പേസ്റ്റ് ചെയ്ത് ആ ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യണം. ഈ കാക്ക ഇത് പറയണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. വേറെ പ്രോംപ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഡയലോഗ് എന്ന് അടിച്ചിട്ട് ഈ എവിടെ കിടക്കുന്ന മെറ്റയെ കൊണ്ട് നമ്മൾ തയ്യാറാക്കിയില്ലേ, അതിൽ ഒരു വീഡിയോ എന്ന് ഞാൻ പറഞ്ഞു 5 സെക്കൻഡൊക്കെ തരുള്ളൂ. സൗജന്യമാണ്, 5 സെക്കൻഡേ തരൂ. ടീച്ചേഴ്സ് പ്ലീസ് മൈക്ക് ഓഫ് യു. ടീച്ചർമാര് ഫെയിൽഡ് ആയേ. വി നോട്ടീസ് സം അൺയൂഷ്വൽ ആക്ടിവിറ്റി, പ്ലീസ് വിസിറ്റ് ഹെൽപ്പ് സെന്റർ. നമ്മൾ ഒരു അൺയൂഷ്വലും ചെയ്തില്ല, യൂഷ്വൽ മാത്രമേ ചെയ്തുള്ളൂ. ഈ ഇമേജ് കൊടുത്തിട്ട് സ്പീക്ക് എന്ന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഡബിൾ കോഡ്സ് കൊടുത്തിട്ട് കൊച്ചിനെ കൊണ്ടാണ് വേണ്ട. അത് മ്യൂട്ടായി. ഓക്കെ ഓക്കെ. അതും ഫെയിലായി കേട്ടോ. നമ്മളെ 2 പരിശ്രമം. വി നോട്ടീസ്ഡ് സം അൺയൂഷ്വൽ ആക്ടിവിറ്റി, പ്ലീസ് വിസിറ്റ് ഹെൽപ്പ് സെൻറ്റർ ഫോർ മോർ. അതും പാഴായി. അപ്പം നമ്മൾ വിടണില്ല, നമ്മൾ വീണ്ടും 3ാമത് നോക്കുകയാണ്. നിങ്ങൾ ഒന്ന് നോക്കേ, ചിലപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ മാത്രമായിരിക്കും ഈ പ്രശ്നം, നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. മുകളിൽ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു ഇമേജ്, ഇത് ഇമേജിനെ ഈ ഐക്കണാണ് കാണിക്കുന്നത്. ഇതായി കാണുന്നതാണ് ഇമേജിന് വേണ്ടിയിട്ട് വരുന്നു. സാധാരണ അങ്ങനെ വരാത്തതാണ്, എന്താണോ എന്തോ. നമ്മൾ ഈ മെറ്റ പോട്ടെ, മെറ്റയ്ക്കകത്ത് ഒരു വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തു എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇമേജ് എന്തായാലും പഠിച്ചല്ലോ. ഇമേജിനെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സേവ് ചെയ്തു. ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് അത് വലുതായി വന്നു. നമ്മൾ ഈ ഇങ്ങേറ്റത്ത് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് അതിനെ കൊണ്ടുവന്നു. അനിമേഷൻ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആ അനിമേഷൻ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനെയും അതിലും ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് കൊടുത്തു. ഈ ഫ്ലോയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമുക്കൊരു മറ്റൊരു പിക്സ്വേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു അതും ഫ്രീ ആണ്, ഇതുപോലത്തെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനകത്ത് നമുക്കൊന്ന് പരിശ്രമിക്കാമേ. നമ്മൾ വിട്ടുകൊടുക്കില്ല, കിട്ടണത് വരെ നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫ്ലോയിൽ
യെസ് ടീച്ചർ. ഹലോ. അത് ഏതാണ് സൈറ്റ് സൈറ്റ് എടുത്തതോ അല്ലേ? ഗൂഗിൾ ഫ്ലോ എടുത്തത് എങ്ങനെയെന്ന് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. നമ്മൾ ഗൂഗിൾ എടുത്തു. എന്താ ടീച്ചർ? ഹലോ. ഗൂഗിൾ ഫ്ലോന് പകരം പകരം പിക്സ്വേഴ്സ്. പിക്സ്വേഴ്സ് AI ഒന്ന് ഓപ്പൺ ആയി വരട്ടെ. പിക്സ്വേഴ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടേ. പിക്സ്വേഴ്സ് ഞാൻ അത് നമ്മുടെ ഇതിനകത്തും കൂടെ ഇട്ടുതരാം. നമ്മുടെ ചാറ്റ്, നമ്മുടെ വാട്സപ്പിനകത്തും കൂടെ ഇട്ടേക്കാം. പിക്സ്വേഴ്സ് നമ്മൾ ഫസ്റ്റ് ബാച്ചുകാർക്കൊക്കെ അതാണ് കൊടുത്തത്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്രെഡിറ്റ് തീരും. പിക്സ്വേഴ്സ് VRSC.AI. പിക്സ്വേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വരും. നമ്മുടെ ജിമെയിൽ ഉപയോഗിച്ച് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ പിക്സ്വേഴ്സിൽ നമ്മൾ കയറി ഇതിനകത്ത് 30 ക്രെഡിറ്റ് ആണ് എനിക്ക് എൻ്റെ ഈ ഇമെയിൽ ID ബാലൻസ് ഉള്ളത്. എനിക്ക് 30 ക്രെഡിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് മുമ്പുള്ളത് ഞാൻ ഉപയോഗിച്ചു എന്നാണ് അതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് മറ്റൊരു ഇമെയിൽ ID കൂടെ നമുക്ക് 2-3 ഇമെയിൽ ID ഉണ്ടാവണം ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ എടുത്ത് പിക്സ്വേഴ്സിൽ ഒന്ന് എളുപ്പമാണ് കേട്ടോ. അതിൻ്റെ ആപ്പും ഒക്കെ അവൈലബിൾ ആണ്. ജിമെയിലില് നേരത്തെ പേയ്മെന്റ് ഉണ്ടോ? എന്താ ടീച്ചറെ? ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യുന്നതിന് പേയ്മെന്റ് ചെയ്യണോ? ഇവരെ നമുക്ക് ആദ്യം കുറച്ച് ഫ്രീ ആയിട്ട് തരും. ആ, ആ. ഉപയോഗിച്ച് നമ്മൾ അതില് എന്തോന്ന് ശീലാവുമ്പോഴത്തേക്ക് അവർ പൈസ വരും. ഈ പണ്ട് ഈ കഞ്ചാവിന്റെ കാര്യം പറഞ്ഞ പോലെ ആദ്യം കുറച്ച് ഫ്രീ ആയിട്ട് തരും. പിന്നെ നമ്മളത് ഉപയോഗിച്ച് ശീലാവുമ്പോൾ പിന്നെ പൈസ. അതാ പരിപാടി തന്നെയാണ് ഇവരും ചെയ്യുന്നത്. നമ്മളിങ്ങനെ എന്തോന്ന് പറയണേ, ഉപയോഗിക്കുക, കുറച്ച് ഉപയോഗിച്ച് എന്നിട്ട് അടുത്ത ഇമെയിൽ ID വയ്ക്കുക, അത് മാറ്റി പുതിയ ഇമെയിൽ ID വയ്ക്കുക. പിക്സ്വേഴ്സ്. പക്ഷേ ഇമെയിൽ ID മാറ്റാൻ പറ്റുന്നില്ല. സംതിങ് റോങ്, ക്ലോസ് അനദർ അക്കൗണ്ട്. മറ്റൊരു ഇമെയിൽ പിക്സ്വേഴ്സ്. അങ്ങനെ നമ്മൾ ഒരു സാധനത്തിലോട്ട് ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ ഉദ്ദേശം. ഈ ഇമെയിൽ ID എത്ര ഉപയോഗിക്കാം? രജിസ്റ്റർ നൗ ടു ഗെറ്റ് ഫ്രീ. ക്രെഡിറ്റ് വേണം കേട്ടോ. നമ്മൾ എപ്പോഴും ആ ക്രെഡിറ്റ് നോക്കി വേണം ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ഞാൻ ലോഗിൻ ചെയ്യാണ് ഈ ഇമെയിൽ ID വെച്ച്. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുന്നു. അപ്പം ഏത് ഇമെയിൽ ID വേണമെന്ന് പറയുന്നു. ഒരു ഇമെയിൽ ID എനിക്ക് 30 ക്രെഡിറ്റ് ആണ് ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ പുതിയ ഒരു ഇമെയിൽ ID കൊടുക്കുകയാണ്. അതിനകത്ത് എത്ര ഉണ്ടെന്ന് നോക്കണം. ഓൾറെഡി ഉള്ള 30 ക്രെഡിറ്റ് ഉള്ള ഇതിൽ കാണാം നിങ്ങൾക്ക് 30 ക്രെഡിറ്റ്. ഇതിൻ്റെ അകത്ത് ഈ കറുത്ത സ്ക്രീൻ ഏറ്റവും താഴെ കാണുന്ന ഇതിനകത്താണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് ആർക്കോ ഒരു ടീച്ചറിന് കിട്ടി കേട്ടോ. ആതിര ടീച്ചറിന് ശരിയായെന്ന് തോന്നുന്നു. ഇതായിട്ട് വന്നു ഡയലോഗ്. ടീച്ചറിന് ഭാഗ്യമുണ്ട്. സ്പീച്ച് എടുത്തുക. നമ്മൾ ഈ പിക്സ്വേഴ്സിൽ എങ്ങനെ ഫ്ലോയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഇതിലെ ഞാൻ ചെയ്ത സ്റ്റെപ്പൊക്കെ കറക്റ്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട. സാറ് പറഞ്ഞ അതേ സ്റ്റെപ്പില് അതെ, അത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇതിലെന്താ ചെയ്യുക? പിക്സ്വേഴ്സിൽ എങ്ങനെ ചെയ്യണമെന്ന് പറയാം. പിക്സ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ സൈറ്റ് ഓപ്പൺ ആക്കി ഞാൻ പറഞ്ഞ പോലെ ആദ്യം ക്രെഡിറ്റ് മുകളിൽ ആ മിന്നലിൻ്റെ സിമ്പലുണ്ട്, അതിൽ ക്രെഡിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് ഇവിടെ താഴെ വരണം, സ്പീച്ച് സെലക്ട് ചെയ്യണം.
ഇവിടെ ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്, അതൊന്നും നോക്കണ്ട. താഴെ ഏറ്റവും അറ്റത്ത് സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതൊക്കെ ഞാൻ നേരത്തെ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുത്തതാണ്, അതൊന്നും മൈൻഡ് ആക്കണ്ട. ഈ ക്ലിക്ക് എന്ന് പറയുന്ന ഡ്രാഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കൊടുത്ത വീഡിയോ കാണും. ആദ്യത്തേതാണ് വീഡിയോ, MP4 ഫയൽ. അതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അവൻ ഡൗൺലോഡായി വരും. ഓക്കെ, അതവിടെ ഡൗൺലോഡ് ആയല്ലോ. അതിനെ ക്ലിക്ക് ചെയ്യുക. അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺഫേം, താഴെ കൺഫേം കാണിക്കും. കൺഫേം കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഈ മൈക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓഡിയോ ഒക്കെ കൊണ്ടുവരും. അതൊന്നും നമ്മളിപ്പോൾ നോക്കണില്ല. നമ്മളിപ്പോൾ ഈ പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഡയലോഗ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഡയലോഗ് എവിടെ കിടക്കുന്നു? മെറ്റയിൽ കിടക്കുന്നു. നമുക്ക് റേഷൻ ഉണ്ട്, 30 ഉപയോഗിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുക്കണുള്ളൂ. ഇവിടെ നിന്ന് എടുത്ത് കോപ്പി എടുത്തു, ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ വെച്ച് പേസ്റ്റ് കൊടുത്തു. ഇവിടെ താഴെ വരുമ്പോൾ ഓട്ടോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണേ. ഇത് ആരുടെ ശബ്ദം വേണം? ആണിൻ്റെ ശബ്ദം വേണോ, പെണ്ണിൻ്റെ ശബ്ദം വേണോ? ചിത്രം വെച്ചിട്ടുണ്ട്. ആ ചിത്രം വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാൻ നോക്കുമ്പോൾ 45 കിടക്കണം. മുകളിൽ എനിക്ക് എത്രയുണ്ട് ക്രെഡിറ്റ്? 30. ഇപ്പം 45 പറ്റില്ല. കുറച്ച് സെൻറ്റൻസ് കളഞ്ഞപ്പം 30 ആയി. ഇനി എനിക്ക് ചെയ്യാൻ പറ്റും 30. ക്രിയേറ്റ് കൊടുക്കുകയാണേ. ഇപ്പോൾ ഇത് വർക്ക് തുടങ്ങും. 0% ഇങ്ങനെ ചെയ്തതാണ് മുകളിൽ കാണുന്ന ഈ ഓരോ സാധനം. ലിപ്സിങ്ക് ചെയ്തതാണ്. ഇപ്പോൾ 19%. ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് നോക്കാം. പിക്സ്വേഴ്സ് എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. അതിലും നോക്കാം, ഈ ഗൂഗിൾ ഫ്ലോയിലും നോക്കാം. രണ്ടിലും മാറി മാറി നോക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ചില ഈ പീക്ക് ടൈമൊക്കെ ആകുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഞാൻ കൊടുത്ത അത്രയും കുറച്ച് സെൻറ്റൻസ് അല്ലേ കൊടുത്തിട്ടുള്ളൂ, ഇത്രയും ഞാൻ കൊടുത്തിട്ടുള്ളൂ സംസാരിക്കാനായിട്ട്. അത്രയും ചെയ്തു തരും. അതിന് എനിക്ക് ചിലവായത് 30. ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആർക്കും വരട്ടെ. അപ്പോൾ ഇത് വെച്ച് ഒന്ന് നോക്കേ. ഈ പിക്സ്വേഴ്സ് വളരെ കുറച്ച് ക്രെഡിറ്റ് നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഉപയോഗിച്ചാൽ കുറച്ച് ക്രെഡിറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ജനറേഷൻ ഇന്ററപ്റ്റഡ്, ദിസ് മേ ബി ഡ്യൂ ടെമ്പററി നെറ്റ്വർക്ക് ഓർ സിസ്റ്റം ഇഷ്യൂ. അത് സക്സസ് ആയില്ല. 30 ക്രെഡിറ്റ് എനിക്ക് തിരിച്ച് വീണ്ടും കിട്ടി. ഞാനൊരു അല്പം കൂടെ കുറയ്ക്കുകയാണ്. വീണ്ടും ക്രിയേറ്റ് കൊടുത്തു. നമ്മുടെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ചെയ്താണ് ഇതൊക്കെ റെഡി ആവുന്നത്. ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് സമയം. ക്ഷമയോടുകൂടി ഇരിക്കുന്നവർക്ക് മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. നമ്മുടെ ഈ അനിമേഷൻ വർക്കുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും OLAP-ൻ്റെ. ഇതെല്ലാം ഇങ്ങനത്തെ ഫ്ലോ പോലുള്ള സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് സമയം, 1 മണിക്കൂർ കൊണ്ടൊന്നും അതിൻ്റെ ഒരിടത്ത് എത്തൂല. എറർ വരും, വീണ്ടും ചെയ്യും, എറർ വരും, വീണ്ടും ചെയ്യും. ഇനി നിങ്ങൾക്കൊരു മറ്റൊരു ഫ്രീ ടൂൾ കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണം. യൂട്യൂബ് ക്രിയേറ്റ്. ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇടാം. ആപ്പാണ് യൂട്യൂബ് ക്രിയേറ്റ്. ഇതിനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇത് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഈ യൂട്യൂബ് ക്രിയേറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഈ പ്രോംപ്റ്റുകളൊക്കെ കൊടുക്കുക. എന്നിട്ട് അനിമേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊന്ന് പരീക്ഷിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ യൂട്യൂബ് ക്രിയേറ്റ് ലൈവായിട്ട് കാണാം. ഇപ്പോൾ പറ്റുന്നതൊക്കെ ഈ പറഞ്ഞ പ്രോംപ്റ്റൊക്കെ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. യൂട്യൂബ് ക്രിയേറ്റ് യൂട്യൂബിൻ്റെ ഫ്രീ ടൂളാണ്. അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്രിയേറ്റ് ബ്ലാങ്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കാണും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് വീഡിയോ, ജനറേറ്റ് ഇമേജ് പഠിച്ചല്ല നമ്മൾ. പ്രോംപ്റ്റ് കൊടുക്കുക, ജനറേറ്റ് ചെയ്യുക, പ്രോംപ്റ്റ് കൊടുക്കുക, ജനറേറ്റ് ചെയ്യുക. വീഡിയോ വേണമെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്യുക, ഇമേജ് വേണമെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുക. ഇന്നൊരു ടീച്ചർ ചെയ്തിട്ട് എന്താണെന്നറിയോ, അവിടെ അഡ്മിഷൻ സ്റ്റാർട്ടഡ് എന്താണ് ഒരു ഇമേജ്, ഒരു കുട്ടിയുടെ ഇമേജ് ജനറേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരു ടീച്ചറിൻ്റെ ഇമേജ്. കുട്ടികൾ പ്രശ്നമാണ്, കാരണം ചൈൽഡിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഉദ്യോഗം കിട്ടില്ല. അധ്യാപകരെയൊക്കെ ചെയ്യാം.
ഇന്ന് ഒരു പുതിയ ഒരു കോഴ്സിന്റെ അഡ്വർടൈസ്മെന്റ് വന്ന് നമ്മളെ ഗ്രൂപ്പിൽ വന്നത് ശ്രദ്ധിച്ചു കാണും. അതിങ്ങനെ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, ലോങ് വീഡിയോയ്ക്ക് പേയ്മെന്റ് ഉണ്ട്, അതെല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ചെറിയ ഷോർട്ട് മതിയല്ലോ, 30 സെക്കൻഡ് 5 സെക്കൻഡ് ഒക്കെ. ഇത് വന്നു കേട്ടോ. നമ്മൾ രണ്ടാമത് കൊടുത്ത പ്രോംപ്റ്റ് ശരിയായി. ഓക്കെ, അപ്പോൾ അതൊന്ന് ഒരിക്കൽ കൂടെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേ? ആദ്യം ടീച്ചിങ് മാനുവൽ. എനിക്ക് തോന്നുന്നില്ല അതിൽ ഇനി സംശയം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരു പ്രോംപ്റ്റ് എടുത്തു, പ്രോംപ്റ്റ് കൊണ്ട് ChatGPT കൊടുത്തു. അവിടെ നിന്ന് നമ്മൾ PDF ChatGPT എന്ത് ചെയ്തു? PDF ജനറേറ്റ് ചെയ്തു. ChatGPT PDF നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഉള്ളതിനെ ഇവിടെ കൊണ്ടുവന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. നേരത്തെ ചെയ്ത പ്രോംപ്റ്റിനെ എടുത്ത് അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നമുക്കൊരു നല്ലൊരു ടീച്ചിങ് മാനുവൽ കിട്ടി. അതിനെ ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ അകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു. ഇനി അടുത്ത് മലയാളത്തിൻ്റെ പ്രോംപ്റ്റ് എടുത്തു, ChatGPT കൊണ്ട് പേസ്റ്റ് ചെയ്തു, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അത് കിടക്കുന്ന ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ ടീച്ചിങ് മാനുവൽ കൊടുത്തു, അതിനെയും ഡോക്ക് എന്ന് പറഞ്ഞ അതിനകത്ത് പേസ്റ്റ് ചെയ്തു. മൂന്നാമത് നമ്മൾ കുറച്ച് മറ്റൊരു ടാസ്ക്കാണ് ചെയ്തത്. അതെന്തായിരുന്നു? മെറ്റ AI എന്ന് പറയുന്ന യൂട്യൂബിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അതിൽ നമ്മൾ വന്നിട്ട് അതിലോട്ട് എന്തിനാ പോയേ? വീഡിയോസൊക്കെ ജനറേറ്റ് ചെയ്യാനായിരുന്നു. ബാക്കി ഇമേജും സ്റ്റോറിയൊക്കെ ChatGPT ചെയ്യും. മെറ്റ AI വീഡിയോയും കൂടെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു ടൂള് പഠിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു അതിലോട്ട് പോയത്. അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ക്രിയേറ്റ് മീ എ മോറൽ സ്റ്റോറി ഓഫ് റാബിറ്റിൻ്റെ ക്രിയേറ്റ് ചെയ്തു, നറേറ്ററിനെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിനകത്ത് ഒരു 3D കാർട്ടൂൺ ക്യാരക്ടർ, നല്ല രസമുള്ള ഒരു 3D കാർട്ടൂൺ ക്യാരക്ടർ നമുക്ക് ഉണ്ടാക്കി തന്നു. ഒന്നല്ല 4 തയ്യാറാക്കി തന്നു. അതിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അനിമേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അനിമേറ്റ് ചെയ്ത് നമുക്കൊരു നല്ലൊരു അനിമേഷൻ തയ്യാറാക്കി തന്നു. ഇനി ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞ ഒരു ടൂള് നമ്മൾ പഠിച്ചു. ഗൂഗിൾ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് ഗൂഗിൾ ഫ്ലോ വന്ന് അതിനകത്ത് ആദ്യം വന്ന ആ ഫ്ലോ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ലോഗിൻ ചെയ്തു. ആ ലോഗിൻ ചെയ്ത് വന്നു. വൺസ് മോർ പിക്സ്വേഴ്സ് ഒന്നുകൂടി പറയാം. പിന്നെ പിക്സ്വേഴ്സ് നമുക്ക് നോക്കും. ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനകത്ത് നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി. അപ്പോൾ ഇങ്ങനെ ലോഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇത് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇമേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. നമുക്ക് ഇമേജ് പ്രോംപ്റ്റ് എടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത് തരും. ഞാൻ ഇവിടെ കൊടുത്തില്ലേ, അവനെ എടുത്ത് ഇവിടെ കൊടുത്ത് നോക്കാം. എങ്ങനത്തെ ക്രോ കിട്ടുമെന്ന് നോക്കട്ടെ. ഇതിപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന പ്രോംപ്റ്റ് ആണേ. ഫെയിൽ, വി നോട്ടീസ് സം അൺയൂഷ്വൽ ആക്ടിവിറ്റി, പ്ലീസ് വിസിറ്റ്. എൻ്റെ ഈ ഇമെയിൽ ഐ ഡിക്ക് എന്തോ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത് ഈ ഇമെയിൽ ഐ ഡി മാറ്റിയിട്ട് വേറെ ഇമെയിൽ ഐ ഡി ചെയ്യുമ്പോൾ ആവും. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇനി വീഡിയോ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫയൽസ് കൊടുത്ത് നമ്മുടെ ഫയൽ കിടക്കുന്ന, ഇപ്പോൾ ഇത് ഇമേജ് ആണല്ലോ, ഇതിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഇമേജ് അപ്ലോഡ് ആവും. ഇനി അതിൻ്റെ താഴെ സ്പീക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോഡ്സ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ പ്രോംപ്റ്റ് AI വെച്ച് നമ്മളിവിടെ തയ്യാറാക്കിയല്ലോ, ഈ പ്രോംപ്റ്റിൽ കുറച്ച് വരി മാത്രം സെലക്ട് ചെയ്തിട്ട് കുറച്ചായിട്ട് ചെയ്യാം. അതിനെ മാത്രം സെലക്ട് ചെയ്ത് കോപ്പി കൊടുത്തിട്ട് ഇവിടെ വന്ന് ഡബിൾ കോഡ്സ് ഓപ്പൺ ആക്കി അതിനകത്താണ്. അപ്പോൾ അതിന് മനസ്സിലാവും. ഡബിൾ കോഡ്സ് കൊടുക്കുമ്പം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇത് കിട്ടില്ല. എനിവേ നമ്മൾ പ്രോസസ്സ് പഠിച്ചു, നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ കൊടുത്തു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കറക്റ്റാണ്. ഇനി നമുക്ക് പിക്സ്വേഴ്സിലാണ് നമ്മൾ ഇത് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് പിക്സ്വേഴ്സാണ്. പിക്സ്വേഴ്സ് AI എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ അത് വരും. അങ്ങനെ ഒത്തിരി AI ഇത് ലിപ്സിങ്ക് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ.
പിക്സ്വേഴ്സിൽ തീരുമ്പോൾ നമ്മൾ അടുത്തതിൽ ചാടും. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള എല്ലാ ടൂളുകളും നമുക്ക് കൈവയ്ക്കും. അപ്പോൾ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് ഇതിൽ ഇപ്പോൾ 0 ആയി. ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന 30 ക്രെഡിറ്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടാണ് 0 ആയത്. സ്പീച്ച് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. മുകളിൽ ഇതിലും ഇമേജും വീഡിയോ ഒക്കെ ജനറേറ്റ് ചെയ്യാം കേട്ടോ. എല്ലാത്തിനും ക്രെഡിറ്റ് ഉണ്ടായിരുന്നാൽ മതി. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ 5 ആണ്, വീഡിയോ ജനറേറ്റ് ചെയ്യാൻ 25 വേണം, സ്പീച്ചിന് വേണ്ടി 30 വേണ്ടി വരുമായിരിക്കും. അപ്പോൾ ആ സ്പീച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം ചുണ്ടൊക്കെ ഉണ്ടായാലും. എന്നിട്ട് അതിൽ ഈ വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ എടുത്തു വച്ചേക്കുന്ന വീഡിയോ, ഈ വീഡിയോ എവിടെയുണ്ട് ടീച്ചേഴ്സ്? ഞാൻ മെറ്റ വെച്ച് തയ്യാറാക്കിയ വീഡിയോ ആണ്. മെറ്റ എനിക്ക് തയ്യാറാക്കി തന്ന വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നു. അതെൻ്റെ എവിടെ ഉണ്ടായിരുന്നു? ഡൗൺലോഡ് ഫോൾഡറിലുണ്ടായിരുന്നു. അതിന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതിവിടെ വന്നു. അതിനെ സെലക്ട് ചെയ്താൽ മാത്രമേ കൺഫേം എനേബിൾ ആവുള്ളൂ കേട്ടോ. അത് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുമ്പോൾ അത് ഇവിടെ വന്ന് കിടക്കും. ഇനി പേസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെയാണ്. നമ്മൾ മെറ്റയിൽ പോയി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കണ്ടന്റിനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ പിക്സ്വേഴ്സിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് അവിടെ ഓട്ടോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മെയിലാണോ ഫീമെയിലാണോ ഏതാണോ വേണ്ടത്, ഇതിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ അപ്പൂപ്പൻ സംസാരിക്കുന്നത് കാണാം, കുട്ടി സംസാരിക്കുന്നത് കാണാം. ഏത് ശബ്ദത്തിൽ വേണമെങ്കിലും നമുക്ക് കൊടുത്ത് ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ കിട്ടിയതുപോലെ ഈ ക്രിയേഷനിൽ നേരത്തെ എനിക്ക് കിട്ടിയില്ലേ ആ റിസൾട്ട് കിട്ടും. ഇതെനിക്ക് കിട്ടിയതാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയൂ. ചെയ്തു നോക്കൂ, സംശയങ്ങൾ വരും. നമ്മുടെ വാട്സപ്പിൽ ചോദിക്കാം. ചെയ്തു നോക്കിയാലേ സംശയം വരും. കണ്ടുകൊണ്ടിരിക്കും. പറയൂ ടീച്ചർ. ഇപ്പൊ എന്റെ മെറ്റയില് എനിക്ക് ഇമേജ് ജനറേറ്റ് ആയിട്ട് വന്നില്ല. അതിന് എന്തോ പ്രോബ്ലം ഉണ്ട് പറഞ്ഞു. ജനറേറ്റ് ചെയ്യാൻ കുറച്ച് പ്രോബ്ലം ഉണ്ട് പറഞ്ഞിട്ട് വന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഞാൻ എന്നിട്ട് ഹസ്ബൻഡിന്റെ ഫോൺ എടുത്തിട്ട് ചെയ്തപ്പോ എനിക്ക് ഇമേജ് മാത്രമേ വന്നുള്ളൂ. ഈ പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തപ്പോ അപ്പൊ എനിക്ക് ഇമേജ് മാത്രമേ വന്നുള്ളൂ. അതിന്റെ താഴെ അനിമേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു നോക്കണം പ്രോംപ്റ്റില്. ഫോണിൽ അനിമേറ്റ് എന്ന് പറഞ്ഞു കൊടുത്താ അതിന് അനിമേറ്റ് ചെയ്ത് കൊടുത്ത വീഡിയോ വരുമോ? വരും. ഓക്കെ, താങ്ക്സ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? നമ്മുടെ മുഖ്യമന്ത്രി ആയാ? ഇല്ല, ആയി കാണൂല. ഇല്ല. അപ്പൊ ഇന്ന് രാത്രി അടിയൊക്കെ കൂടി തീരുമാനമാവട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ കാര്യം പറയാമല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ പറയാനായിട്ട്? സംശയങ്ങൾ? 50, 49, 49, 50 ആയിരിക്കും. ഞാൻ മാഷ വിളിക്കുന്നതായിരിക്കും.